മലയാളം ബിഗ് ബോസ് സീസൺ 7 അനുമോൾ, ആദില, നൂർ, അതേപോലെ തന്നെ ജിസേൽ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജിസേലിൻ്റെ അടുത്ത് മിഠായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ. ഒരു പീസും കൂടെ തരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആര്യനും ജിസേലും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ജിസേലിൻ്റെ ഫുഡ് ആര്യൻ്റെ അടുത്ത് കഴിച്ചത് കൊണ്ട് തന്നെ ജിസേൽ ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണ്. ജിസേൽ പട്ടിണിക്കാരനാണ് പുറത്തിറക്കുന്നത്, അതൊട്ടും ശരിയല്ല എന്ന് ആരും പറയുന്നുണ്ട്. അവർ തമ്മിൽ മിണ്ടുന്നൊന്നുമില്ല. അപ്പോൾ അനുമോളോട് ജിസേൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മുട്ടായി തരില്ല, നീ തടിച്ചിയായി പോകുന്നൊക്കെ, മുട്ടായി കഴിക്കുന്നത് നല്ലതല്ല, ആരോഗ്യത്തിന് വളരെ ദോഷകരമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നൂറ് ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ മമ്മിയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ജിസേൽ പറയുന്നുണ്ട്, ഞാൻ എന്താണെങ്കിലും മുട്ടായി തരില്ല. ആ സമയത്താണ് നമ്മുടെ ബിന്നി വരുന്നത്. ഷാനവാസിക്കുമായിട്ട് വലിയ രീതിയിലുള്ളൊരു ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. കിച്ചണിൽ കയറി ഒരു ജോലിയും ഷാനവാസിക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നിയും ഷാനവാസൊക്കെ തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. ഉള്ളി അരിയുന്നത് മാത്രമല്ല, കിച്ചണിൽ കയറി ജോലിയും കൂടി ചെയ്യണം. ഉള്ളി അരിയുന്നത് വലിയ പണിയായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല എന്ന് കിച്ചൺ ക്യാപ്റ്റനായ ബിന്നി പറയുന്നുണ്ട്. അത് അനുമോളോട് വന്നിട്ട് ബിന്നി പറയുന്നുണ്ട്, ഷാനവാസൊക്കെ ഒരു പണിയും ചെയ്യുന്നില്ല, ആകെ 2 ഉള്ളിയും അല്ലെങ്കിൽ വല്ല പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അരിയുന്നതല്ല വലിയ ജോലി. ഷാനവാസക്കാരനോട് ഞാൻ എന്താണെങ്കിലും ചോറ് അടുപ്പത്തിടാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ അതൊന്നും അറിയില്ല. നീ ആദ്യം അത് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് അരി എടുത്തിട്ട് ഒരു 2-3-4 തവണ കഴുകാൻ പറ. അതിനുശേഷം ആ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം വെച്ചിട്ട് അടുപ്പത്തേക്ക് എടുത്ത് വെക്കാൻ പറ. അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അയാൾക്ക് അറിയാത്ത കാര്യം അയാൾ എങ്ങനെ ചെയ്യുന്നത്? ഷാനവാസിക്കാനോട് പറഞ്ഞാൽ അതൊന്നും അറിയില്ല എന്ന്. നമ്മൾ പറഞ്ഞു കൊടുത്താലല്ലേ പുള്ളിക്കാരൻ അറിയുള്ളൂ എന്ന് പറഞ്ഞ് ഷാനവാസിക്കാർക്ക് കട്ട സപ്പോർട്ടുമായിട്ട് അനുമോൾ എത്തുന്നുണ്ട്.